welcome to Franklin's Lectures. So, നമ്മളിന്ന് നമ്മുടെ S3യിലെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ മാത്തമാറ്റിക്സ് ഫോർ നിങ്ങൾ കഴിഞ്ഞ രണ്ട് സെമ്മിലും മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 1 പഠിച്ചു, സെക്കൻഡ് സെമ്മിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 പഠിച്ചു. സോ തേർഡ് സെമ്മിൽ നമുക്ക് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3 GYMAT 301. സോ ഇത് ആർക്കൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെക്ക് പഠിക്കുന്ന പിള്ളേർക്ക്, ഗ്രൂപ്പ് ബിക്കാർക്ക്, ദെൻ സിവിൽ പഠിക്കുന്ന പിള്ളേർക്ക്. ഓക്കെ, പിന്നെ ആർക്കൊക്കെയാണ് ഗ്രൂപ്പ് ബി അല്ല, മെക്കും സിവിലും ആരൊക്കെയാണ് ഗ്രൂപ്പ് സിയിലെ ആളുകളാണ് അല്ലെ, ഫിസിക്കൽ സയൻസസ്. ഓക്കെ, സോ മെക്കും സിവിലും പഠിക്കുന്ന പിള്ളേർക്ക് ഉണ്ട്. ദെൻ EEE നമ്മുടെ ഗ്രൂപ്പ് ബിയിൽ വരുന്ന പിള്ളേർക്ക്. സോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3 വരുന്നത്. ഓക്കെ, ആരൊക്കെയാണ് മെക്കും സിവിലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് EEC ഡിപ്പാർട്ട്മെന്റ്സിലെ പിള്ളേർക്കുള്ളതാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഒരുമിച്ച് ഇത്രയും നിങ്ങൾ ഫസ്റ്റ് സെമ്മ് തൊട്ട് ഈ സെമ്മ് വരെ നിങ്ങൾ ഒരുമിച്ചാണ് മാത്തമാറ്റിക്സ് പഠിക്കുക. സോ അടുത്ത സെമ്മിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആവും, ഇലക്ട്രിക്കലുകാർ വേറെ ആവും, മെക്കും സിവിലും വേറെ ആയിട്ട് അങ്ങനെ പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനുള്ള മാത്സ് പേപ്പർ ആണിത്. സോ ഇത് ഒരുമിച്ച് നിങ്ങൾ പഠിക്കാൻ കാരണം നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഏകദേശം ഒരേപോലെ ആപ്ലിക്കേഷൻ വരുന്ന ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ ഒരു പേപ്പർ ഇട്ടിട്ടുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ സയൻസിന്റെ ആളുകൾ വേറെ മാത്സ് ആണ് പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3 ആണ്. ഓക്കെ, സോ നമുക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തിനാണ് ഈ പേപ്പർ പഠിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സെമ്മിൽ തന്നെ ഉണ്ടാവും കുറച്ച് ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുണ്ടാവും. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, ദെൻ കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയുള്ള ടോപ്പിക്സ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്, ദെൻ അതുപോലെ നമ്മുടെ എന്താ പറയാ കൺട്രോൾ സിസ്റ്റം പഠിക്കാനുണ്ടാവും, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. സോ അവിടെയൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് അവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് അതുപോലെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് EECയുടെ ആണ്. ഇനിയിപ്പോ മെക്കിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതുപോലെ ഡിസൈൻ പേപ്പേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സോ അവരുടെ ഒക്കെ എന്താണ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മുടെ ഫൊറിയർ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പറാണ് ഇത്. ഓക്കെ, സോ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം, അവിടെ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ മാത്സ് ബേസ്, അതിന്റെ ആ ഒരു മാത്സ് ബേസ് നിങ്ങൾ ഉണ്ടാക്കി പോകണം. ഓക്കെ, സോ അതായത് നമ്മുടെ ഈ എന്താ പറയാ പുതിയ ടെക്നോളജീസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഈ എയർക്രാഫ്റ്റിന്റെ ഡിസൈന്, കൺട്രോൾ സിസ്റ്റംസ്, അതുപോലെ വൈബ്രേഷൻ അനാലിസിസ്, പിന്നെ അതുപോലെ സ്ട്രക്ചേഴ്സിന്റെ ഡിസൈൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ്, അങ്ങനെയുള്ള അവരുടെ മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ മാത്തമാറ്റിക്കൽ ടൂൾസിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ പഠിക്കുക. ഓക്കെ, സോ നമുക്ക് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ നിങ്ങളുടെ ഈ കോഴ്സിന്റെ കോഡ് എന്താണ്? GYMAT 301. ഓക്കെ, GYMAT 201 ആയിരുന്നു നിങ്ങൾക്ക് S2ല്, S1ല് 101. സോ ഇത് തേർഡ് സെം ആണ്. സോ GYMAT 301 ആണ് കോഡ്. ഓക്കെ, ആൻഡ് കഴിഞ്ഞ സെമ്മില് പോലെ തന്നെ ഇന്റേണൽ മാർക്കായിട്ട് 40 മാർക്കും എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്കും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഇതൊരു 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. സാധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. മാത്സ് പേപ്പർ കഴിഞ്ഞ രണ്ട് സെമ്മിലും ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ, 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. ആൻഡ് ഇതിന്റെ ടോട്ടൽ എക്സാം നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഉണ്ടാവുക? 2.5 മണിക്കൂറിനാണ് സെം എക്സാം വരുന്നത്. ഓക്കെ, 2.5 മണിക്കൂറിന്റെ സെം എക്സാമിന് നിങ്ങൾക്ക് അത്യാവശ്യം എഴുതി പിടിപ്പിക്കാനുള്ള ഒരു പേപ്പർ തന്നെയാണ് ഇത്. സോ നല്ല സ്പീഡുള്ള ആൾക്കാർക്ക് ഈ 2.5 മണിക്കൂർ കൊണ്ട് ഈ ഒരു പേപ്പർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത്യാവശ്യം കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പറാണ്. സോ 2.5 മണിക്കൂറാണ് ഇതിന്റെ ടൈം ഉള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ടത് ബേസിക് നോളജ് ഇൻ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ഓൾസോ ഇവിടെ കാൽക്കുലസ്, നമ്മുടെ ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, സോ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പറിലെ കാര്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് കോംപ്ലക്സ് നമ്പേഴ്സിൽ നോളജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിവിടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ബേസ് തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആ ബേസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആ ഏരിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതൊരു തിയറി പേപ്പർ ആണ്, ലാബും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പേപ്പറാണ്.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ സെം എക്സാമിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, സെം എക്സാം അല്ല, ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സോ അറ്റൻഡൻസ് എപ്പോഴും ഉണ്ടാവുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അറ്റൻഡൻസിന് 5 മാർക്കാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് പ്രൊജക്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടിന് സെമ്മിലെ പ്രൊജക്ടിന് 15 മാർക്ക്. ദെൻ ഇന്റേണൽ എക്സാംസ് വരും. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്രൂഷ്യൽ ആണ് ഇന്റേണൽ എക്സാംസിൽ മാർക്ക് എന്ന്. കാരണം ആ മാർക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ ഫൈനൽ മാർക്കിലേക്ക് അത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. നിങ്ങളിപ്പോ 40യിലാണ് എക്സാം എഴുതിയിട്ടുള്ള ഇന്റേണൽ എക്സാം എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവര് മാർക്ക് ഇടുക കോളേജിൽ അല്ലെ. സോ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 മാർക്കും സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്കുമാണ്. ഇതിപ്പോ അവിടെ 10ലായിരിക്കില്ല പേപ്പർ ഉണ്ടാവുക, ചിലപ്പോൾ 20യിലാവാം, ചിലപ്പോൾ 30യിലാവാം, ചിലപ്പോൾ 25ലാവാം. അതിനെ അവര് ഇങ്ങോട്ട് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ആ ഒരു റേഷ്യോ അനുസരിച്ച് അവര് 10ലേക്ക് അതിനെ കൊണ്ടുവരും. ഓക്കെ, സോ ഇന്റേണൽ എക്സാംസിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അന്നാന്ന് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ആൻഡ് ഇത് എന്താണ്, ഇതൊരു കുറേ അധികം പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേപ്പർ ആണ്. സോ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ സ്വന്തമായി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ ഒരു പേപ്പറിലെ കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് നമ്മുടെ കയ്യിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാരണം എന്തെങ്കിലും പ്രോബ്ലം ചെയ്ത് എവിടെയെങ്കിലും സ്റ്റക്ക് ആവ് കാര്യങ്ങൾ എന്തൊക്കെ വരികയാണെങ്കിലും നിങ്ങൾ അപ്പോ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തും തരും. ഓക്കെ, സോ ഇനി നമുക്ക് സെം എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ സെം എക്സാം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നിങ്ങൾ എഴുതിയ സെം എക്സാം എല്ലാ പേപ്പറിന്റെയും പോലെ തന്നെയാണ് ഇതിനും. ഓക്കെ, സോ എന്താണ്, 2 പാർട്ടായിട്ടാണ് സെം എക്സാമിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. സോ ആ 2 പാർട്ടില് എങ്ങനെയാ, ആദ്യത്തെ പാർട്ട് എ പാർട്ടില് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് എ പാർട്ടിൽ ഉണ്ടാവുക അല്ലെ. സോ ആ 8 ക്വസ്റ്റ്യൻസിലും നമുക്ക് 4 മൊഡ്യൂൾ അല്ലേ ടോട്ടൽ ആയിട്ടുള്ളത് അല്ലെ. നമുക്ക് എല്ലാം കൂടെ 4 മൊഡ്യൂൾ ആണ് മാത്സിൽ ഉണ്ടാവുക. മാത്സിൽ മാത്രമല്ല എല്ലാ പേപ്പേഴ്സിലും 4 മൊഡ്യൂളാണ്. ഓക്കെ, 19 സ്കീമിനായിരുന്നു 5 മൊഡ്യൂൾ ഉള്ളത്, 24 സ്കീമിൽ 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. സോ ആ 4 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ട 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. 2 ക്വസ്റ്റ്യൻസ് വീതം 3 മാർക്കിന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിൽ നിന്നും 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ദെൻ ടോട്ടൽ ഓഫ് 8 ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിങ്ങൾക്ക് ആ പാർട്ട് എയിൽ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ആൻഡ് ഈച്ച് ക്യാരിങ് 3 മാർക്സ്, ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് ഉണ്ടാവുക, 3 മാർക്ക് വീതം. അങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, സോ 8 into 3 = 24 മാർക്സ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ പാർട്ട് എയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഏരിയ അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് പാർട്ട് എ. ഓക്കെ, അപ്പൊ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിലേ നിങ്ങൾക്ക് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇപ്പൊ കഴിഞ്ഞ തവണ ഈ ഒരു പേപ്പറിന്റെ എക്സാം വന്നപ്പോ തന്നെയും ഇതിന് മുന്നേ ഉള്ള ആളുകൾക്ക്, നിങ്ങളുടെ സീനിയേഴ്സിന് ഈ ഒരു സിലബസ് ഉണ്ടായിരുന്നു. കറക്റ്റ് ഈ ഒരു സ്ട്രക്ചറിൽ അല്ലാന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു സിലബസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിനേക്കാളും കഴിഞ്ഞ തവണത്തെ ഈ എക്സാം എഴുതിയ കുട്ടികൾക്ക് പാർട്ട് എയിൽ കുറച്ച് കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പഠിച്ചു പോകേണ്ടത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പേപ്പറിൽ. ഓക്കെ, സാധാരണ ഇപ്പൊ കണ്ടുകൊണ്ട് വരുന്ന ഒരു ട്രെൻഡാണ് നിങ്ങളുടെ പേപ്പർ കുറച്ച് ടഫ് ആക്കുക എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസുകാരുടെ പേപ്പർ കുറച്ച് എളുപ്പമായിട്ടും നിങ്ങളുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കലിന്റെ പേപ്പർ കുറച്ച് ടഫ് ആയിട്ടും ആണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ അങ്ങനെയാണ് വന്നത്. കഴിഞ്ഞ നിങ്ങളുടേതിലല്ല, S4ന്റെ എക്സാമിലൊക്കെ അങ്ങനെയായിരുന്നു. ഓക്കെ, S1 നിങ്ങൾക്ക് ടഫ് ആയിരുന്നു അല്ലെ. അപ്പം അങ്ങനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, ക്രാഷ് എടുത്താലും നിങ്ങൾക്ക് അത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടുള്ളൂ. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് തന്നെ കണ്ടു പഠിക്കണം. എക്സാമിന്റെ തലയിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കരുത്. ഓക്കെ, കൂടെ തന്നെ ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് പോകണം. ഓക്കെ, സോ പാർട്ട് എ അങ്ങനെയാണ്. ഇനി പാർട്ട് ബിനെ പറ്റി നമ്മൾ നോക്കുമ്പോഴോ 4 മൊഡ്യൂളിൽ നിന്നും എങ്ങനെയാ പാർട്ട് ബിയിൽ വരുന്നത്, 4 മൊഡ്യൂളിൽ നിന്നും ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒരു മൊഡ്യൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓർ ആയിട്ട്, അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം.
ഓക്കെ, അപ്പോ മൊഡ്യൂൾ 1 നിന്ന് ഓറായിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 2 നിന്ന് ഓറായിട്ട് ഒരു ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ, 3 നിന്നും അതുപോലെ 4 നിന്നും അതുപോലെ, അങ്ങനെയാണ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലെ. സോ അതിൽ ഓരോ പാർട്ടിനും 9 മാർക്ക് വീതമായിരിക്കും അല്ലെ, ഓരോ ഓറിലും 9 മാർക്ക് വീതം. സോ നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, രണ്ട് പാർട്ടും ഇപ്പോ A B എന്ന് പറഞ്ഞിട്ടായിരിക്കും, ഇപ്പോ 9AB എന്ന് പറഞ്ഞിട്ട് ദെൻ താഴെ 10AB എന്ന് പറഞ്ഞിട്ട് ഓർ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് ഈ എയും ബിയും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ എഴുതാൻ കോൺഫിഡന്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം പാർട്ട് ബിയിലെ ആ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ 2 questions will be given from each module out of which 1 question should be answered. ഓക്കെ, സോ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 questions തരും and അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, then each question can have a maximum of 3 subdivision. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം 3 സബ്ഡിവിഷൻ വരെ വരാം. നമ്മളിപ്പോ പറഞ്ഞത് A B എന്ന് പറഞ്ഞ 2 സബ്ഡിവിഷൻ വരുന്ന കേസാണ്. ചിലപ്പോൾ 3 സബ്ഡിവിഷൻ വരാം. ഐ തിങ്ക് ഈ ഒരു പേപ്പറിൽ അങ്ങനെ 3 സബ്ഡിവിഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വീതമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ 4 × 9 36 മാർക്കാണ് ഈ ഒരു പാർട്ട് ബി എന്ന് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ 24 36 നിങ്ങൾക്ക് ടോട്ടൽ സെം എക്സാമിന് നിങ്ങൾ എടുക്കേണ്ട മാർക്ക് 60 ആണ്. ഓക്കെ, സോ ടോട്ടൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുക 60 മാർക്കാണ്. ഓക്കെ, ചിലപ്പോൾ ഓർ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കൂടുതൽ ഉണ്ടാവും, പക്ഷെ എന്തില്ല അത് കൂട്ടില്ല. ആ 60 മാർക്കാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സെം എക്സാമിന്റെ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത് അല്ലെ. ദെൻ അതിന്റെ മുന്നത്തെ സെമ്മിലും ഏകദേശം സീരീസ് റെപ്രസെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വെക്ടേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മുന്നത്തെ സെമ്മിൽ പഠിച്ചത്. സോ ഈ സെമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, കുറച്ചും കൂടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മോഡേൺ ആയിട്ടുള്ള അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്സും ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങളിവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ സെമ്മിലും അതിന്റെ മുന്നത്തെ സെമ്മിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഈ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന എർവിൻ ക്രെയ്സിഗിന്റെ. ഈ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പല ബുക്കും ഉണ്ട്. ഓക്കെ, പല ഓതേഴ്സിന്റെയും ബുക്സ് ഈ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നിട്ടുള്ളത്, നിങ്ങളുടെ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? എർവിൻ ക്രെയ്സിഗ് എഴുതിയിട്ടുള്ള അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, ആ ബുക്കിന്റെ 10th എഡിഷൻ 2016 10th എഡിഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, പല ഓതേഴ്സിന്റെയും ഇപ്പോ ചില ഇന്ത്യൻ ഓതേഴ്സിന്റെ ഒക്കെ ബുക്സ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് നോക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമായിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒരു അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് ജോൺ വില്ലി ആൻഡ് സൺസിന്റെ പബ്ലിക്കേഷനിൽ വരുന്ന ഒരു ബുക്കാണ്. സോ ഇത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ആ സെയിം ബുക്ക് തന്നെയാണ് ഇപ്രാവശ്യം. ഓക്കെ, കാരണം നിങ്ങളുടെ കുറച്ചും കൂടെ കാര്യങ്ങൾ നന്നായിട്ട് പറയുന്ന ഒരു ബുക്കാണ് ഇത്. ഓക്കെ, നമ്മുടെ കാൽക്കുലസും അതുപോലെയുള്ള കോംപ്ലക്സ് അനാലിസിസും ഒക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇന്റഗ്രേഷൻ, കോംപ്ലക്സ് കാൽക്കുലസും ഒക്കെ വരുന്ന ഒരു നല്ല ബുക്കാണ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. സോ കുറച്ചും കൂടെ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുള്ള ബുക്കാണത്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഇനി റെഫറൻസ് ബുക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ കോംപ്ലക്സ് അനാലിസിസും ഫൊറിയർ അനാലിസിസും ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് അല്ലെ. സോ ആ കോംപ്ലക്സ് അനാലിസിസിന്റെ പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണ്, ഈ ഒരു ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്കിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല, എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെഫറൻസ് ബുക്സിലേക്ക് പോവാം. ഓക്കെ, സോ കോംപ്ലക്സ് അനാലിസിസിന്റെ റെഫറൻസ് ബുക്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? ഡെന്നിസ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ ഡെന്നിസ് ജി സിൽ പാട്രിക് ഡി ഷാനഹാൻ എന്ന് പറയുന്ന ഓതർ എഴുതിയിട്ടുള്ള ജോൺസ് ആൻഡ് ബാർട്ട്ലെറ്റ് പബ്ലിഷേഴ്സിന്റെ 2015 3rd എഡിഷൻ ബുക്ക്. ഓക്കെ, നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസിനെ പറ്റി നോക്കുന്ന സമയത്ത് ഈ ഒരു കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ വരുന്ന ആ ബുക്ക് തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ദെൻ
അടുത്ത ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് നമ്മുടെ BV രമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ബുക്കാണിത്. ഓക്കെ, BV രമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. സോ അത് മെഗ്രാവ് ഹില്ല് പബ്ലിഷ് ചെയ്തിട്ടുള്ള 39th എഡിഷൻ. ഓക്കെ, 2023 അത് 39th എഡിഷൻ ആണ്. സോ ഒരു പഴയ ബുക്കാണ്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ദെൻ അടുത്ത ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന BS ഗ്രവാളിന്റെ ബുക്ക് ഉണ്ട്. ഓക്കെ, അതും നല്ലൊരു ബുക്ക് തന്നെയാണ്. അതും തന്നെ നമ്മൾ എപ്പോഴും എടുത്തു നോക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ബുക്കാണ് ഈ BS ഗ്രവാളിന്റെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് ഖന്ന പബ്ലിഷേഴ്സിന്റെ ആണ്. അതിന്റെ 2018 44ാമത്തെ എഡിഷൻ ആണ് ആ ബുക്കിൻ്റെത്. ഓക്കെ, സോ അതും ഒരു പഴയ ബുക്ക് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോംസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KR റാവു, ഡോൺ യോൻ കിം, ജെയ്ക് ജോങ് ഹവാങ്ങിന്റെ ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം അൽഗോരിതംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് സ്പ്രിംഗർ പബ്ലിഷ് ചെയ്തിട്ടുള്ള 2011 ഫസ്റ്റ് എഡിഷൻ ഒരു പുതിയ ബുക്കാണ്. ഓക്കെ, സോ ഈ ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോറിയറിനെ പറ്റി കൂടുതൽ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്കുകൾ. ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ഇതിനെയാണ്. ആൻഡ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അഡീഷണൽ നോളജോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്സ് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോ അതാണ് നിങ്ങൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മൊഡ്യൂളിലെ സിലബസിലേക്ക് കടക്കാം. ഓക്കെ, ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ മൊഡ്യൂളിലും വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അതിന്റെ ആക്ച്വലി നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും കേൾക്കുന്നത് ഫൊറിയർ ഡയറക്റ്റ്ലി അങ്ങനെ അങ്ങോട്ട് പഠിക്കും. ഓക്കെ, എന്താണ് അതിൽ എന്തിനാണ് അത് പഠിക്കുന്നതെന്നൊന്നും ആർക്കും അറിയണ്ടാവില്ല. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ്. സോ ആ ടോപ്പിക്സ് ആക്ച്വലി അത് ഭയങ്കര അധികം അപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ മോഡേൺ മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു കാര്യം പോലും നിങ്ങളുടെ അടുത്ത് എത്തുന്നത് ആ ഒരു ഫൊറിയർ ട്രാൻസ്ഫോം വർക്ക് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് മിസ് അങ്ങനെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോ നമ്മളിപ്പോ ഒരു സൗണ്ട് വേവ്, ആ സൗണ്ട് വേവിനെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ ഫ്രീക്വൻസീസ് തമ്മിൽ ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ ട്രാൻസ്ഫോം ചെയ്ത് അതിനെ ആ കോംപ്ലക്സ് ആയിട്ടുള്ള എൻ്റെ ഈ സൗണ്ട് വേവിനെ എന്താണ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സിംപ്ലർ ആയിട്ടുള്ള ഫ്രീക്വൻസീസ് വരുന്ന വേവ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ഫൊറിയറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കോംപ്ലക്സ് വേവ്സിനെ അല്ലെങ്കിൽ കോംപ്ലക്സ് സിഗ്നൽസിനെ സിംപ്ലർ ഫോംസിലേക്ക്, സൈൻ കൊസൈൻ്റെ ഒക്കെ സിംപ്ലർ ഫോംസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഫൊറിയർ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെയധികം നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ് ഉള്ള, ഓക്കെ, ഞാനിപ്പോ ഈ പറയുന്ന സാധനം ഇത് ഈ ഒരു മൈക്കും ഈ ഒരു ക്യാമറയും ഇത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളടുത്ത് എത്തി, ആൻഡ് നിങ്ങളടുത്തേക്ക് എത്തിയിട്ട് അത് നിങ്ങൾക്ക് കൊണ്ടുവരണം അല്ലെ, അതൊരു ഓഡിയോ സിഗ്നൽ ഒക്കെ വന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇതൊരു വിഷ്വൽ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരണം അല്ലെ. സോ അതിനെയൊക്കെ ഇവിടെ ഫൊറിയർ ട്രാൻസ്ഫോം, ദെൻ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് അത് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, സോ എന്തൊരു കാര്യമാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ വേൾഡ് വർക്ക് ചെയ്യുന്നത് ഇപ്പോ ആരും ഡയറക്ട്ലി കാണുക സംസാരിക്കുക ഒന്നുമില്ല അല്ലെ, എല്ലാം സിഗ്നൽസ് ആണ്, നമ്മുടെ ചുറ്റുമുള്ളത് സിഗ്നൽസ് ആണ് അല്ലെ. സോ ഈ ഒരു സിഗ്നൽസിന്റെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഫൊറിയറിനെ പറ്റി പഠിക്കുന്നത്, ഫൊറിയർ ഇന്റഗ്രൽസ് എന്താണെന്നും ഫൊറിയർ സീരീസ്, നിങ്ങൾ പണ്ടല്ല നമ്മുടെ കഴിഞ്ഞ സെമ്മില് നിങ്ങൾ ഫൊറിയർ സീരീസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഫൊറിയർ സീരീസിൽ നിന്ന് എങ്ങനെ ഫൊറിയർ ഇന്റഗ്രലിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, നിങ്ങളിപ്പോ ഞാൻ ഫൊറിയർ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അവിടെ കേട്ടൊരു ഓർമ്മ ഉണ്ടാവും അല്ലെ. സോ അവിടെ സീരീസ് പഠിച്ചു, ഇവിടെ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ സീരീസ് നിന്ന് എങ്ങനെ ഇന്റഗ്രലിലേക്ക് എത്തുന്നു, ആൻഡ് ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്ഫോംസിലേക്ക് കിടക്കും. ഈ ട്രാൻസ്ഫോംസ് ആണ് ഈ ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്കും ഫ്രീക്വൻസി ഡൊമൈനിൽ നിന്ന് ടൈം ഡൊമൈനിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അത് ട്രാൻസ്മിഷൻ എളുപ്പമാവുന്ന രീതിയിലൊക്കെ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്യാനാണ് ട്രാൻസ്ഫോംസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫൊറിയർ ട്രാൻസ്ഫോമും ഒക്കെ ആണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
സോ ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോംസ് എന്താണെന്നും അതിന്റെ ലീനിയാരിറ്റി എന്താണെന്നും ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണെന്നും ദെൻ ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഫൊറിയറിന്റെ ഡെറിവേറ്റീവ്സിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ദെൻ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ആദ്യം നമ്മൾ ആക്ച്വലി ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമും ഇൻവേഴ്സും ഒക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുക, കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോംസിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ് അങ്ങനെയാണ് പോവുക. ഓക്കെ, ദെൻ നമ്മൾ ട്രാൻസ്ഫോംസിന്റെ ലീനിയറിറ്റി, ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊഡ്യൂൾ 1 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കോംപ്ലക്സ് അനാലിസിസ്. ഓക്കെ, നമ്മളിവിടെ ഞാൻ ആ തുടക്കത്തിൽ റിക്വസ്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംപ്ലക്സ് അനാലിസിസിൽ നിങ്ങൾക്ക് ഐഡിയ വേണം അല്ലെ. സോ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, സോ കോംപ്ലക്സ് ഫംഗ്ഷൻസും നിങ്ങൾ ഇനി അങ്ങോട്ട് കാണും. ഓക്കെ, ഈ സിഗ്നൽസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലൊക്കെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, അത് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ടായിരിക്കും സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ഈ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് നമ്മൾ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഈ റിയൽ നമ്പേഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിലേക്ക് സ്കെയിൽ ചെയ്യുക. അപ്പോൾ ഈ സിഗ്നൽസ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അവരെ റിയലിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ഫംഗ്ഷൻസും കോംപ്ലക്സ് നമ്പേഴ്സും വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോ അങ്ങനെ നിങ്ങൾ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ പറ്റിയും അവരുടെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ് ഒക്കെ നിങ്ങൾ പഠിക്കും. ദെൻ അനലിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റിനെ പറ്റി പറയുന്ന ഒരു ടേം ആണ് അനലിറ്റിക് ഫംഗ്ഷൻസ്. സോ അനലിറ്റിക് ഫംഗ്ഷൻസ് എന്താണെന്നൊക്കെ പഠിക്കും. ഈ ഒരു മൊഡ്യൂളിലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അനലിറ്റിക് ഫംഗ്ഷൻസ്. ഓക്കെ, ദെൻ ആ അനലിറ്റിക് ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ലാപ്ലാസ് ഇക്വേഷൻസ് എന്താണ്, ലാപ്ലാസ് ഇക്വേഷൻസ് എന്ന് പഠിക്കും. ദെൻ ഹാർമോണിക് ഫംഗ്ഷൻസ് ആൻഡ് ഫൈൻഡിങ് ഹാർമോണിക് കോൺജുഗേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് പഠിക്കാം. ഓക്കെ, ഈ ലാപ്ലാസ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മേ ബി ഈ മെക്ക് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ലാപ്ലാസ് ഇക്വേഷൻസ്, മെക്ക്, സിവിൽ, ഇതിന്റെയൊക്കെ ലാപ്ലാസ് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ നമ്മുടെ ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ് ഒക്കെ. ഓക്കെ, അങ്ങനെ വരുന്നതിലൊക്കെയാണ് നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻസ്, ഹാർമോണിക് ഫംഗ്ഷൻസ് എന്നൊക്കെ വിളിക്കുക. ഓക്കെ, അത് നിങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, മാഗ്നറ്റോസ്റ്റാറ്റിക്സ് അങ്ങനത്തെ കോൺസെപ്റ്റ്സിലൊക്കെ വരുന്ന ഒരു സാധനമാണത്. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ഇക്വേഷൻസ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ദെൻ നമ്മൾ ആ കോംപ്ലക്സ് ഫംഗ്ഷന്റെ വേറൊരു ടൈപ്പ്, ഒരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺഫോമൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളെ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് മാപ്പ് ചെയ്ത് ഒരു എന്താ പറയാ, നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് മാപ്പ് ചെയ്യാനാണ് കൺഫോമൽ മാപ്പിംഗ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കും? മാപ്പിംഗ്സ് ഓഫ് W = z², W = e⁻z, W = 1/z ആൻഡ് W = sin z. ഇതിന്റെ ഒക്കെ പല രീതിയിലുള്ള മാപ്പിംഗ്സും നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഈ കൺഫോമൽ മാപ്പിംഗ്സ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ മൊഡ്യൂൾ 2. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂൾ 3 വരുമ്പോൾ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്രമേ നമുക്ക് ഫൊറിയർ ഉണ്ടായിരുന്നുള്ളൂ. സോ മൊഡ്യൂൾ 2, 3, 4 എന്ന് പറയുന്നത് ഒക്കെ എന്താണ്, കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയിട്ട് തന്നെയാണ്. സോ മൊഡ്യൂൾ 3 വരുമ്പോൾ നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ പഠിക്കും. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിഫറൻഷിയേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ മൊഡ്യൂളിൽ. കാരണം അനലിറ്റിക് ഫംഗ്ഷൻസും കോഷി റീമാൻ ഇക്വേഷൻസും ഹാർമോണിക് ഫംഗ്ഷൻസിലൊക്കെ ഡിഫറൻഷ്യൽസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് മൊഡ്യൂളിൽ പക്ഷേ ഇന്റഗ്രേഷൻ ആണ്, കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇന്റഗ്രേഷൻ ആണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, ആക്ച്വലി ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇന്റഗ്രേഷൻ നമുക്ക് ഈ എന്താ പറയാ, ഇപ്പോ ഡിഫിക്കൽട്ട് ആയിട്ട് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ഇന്റഗ്രേഷൻ ഒക്കെ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ കുറെ തിയറംസും, റെസിഡ്യൂ തിയറം, കോഷി തിയറം എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാനുണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കോംപ്ലക്സ് ഇന്റഗ്രേഷനിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്? നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് ഇൻ കോംപ്ലക്സ് പ്ലെയിൻ, അതിന്റെ ഡെഫിനിഷൻസും ബേസിക് പ്രോപ്പർട്ടീസും പഠിക്കും. ദെൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള ഫസ്റ്റ് ഇവാലുവേഷൻ മെത്തേഡ് എന്താണെന്നും സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്താണെന്നും നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെയാണ് നമ്മൾ എന്തിലേക്ക് കിടക്കുന്നത്? ആദ്യം നമ്മൾ എന്താണ് കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, അതിന്റെ ഒരു മെയിൻ സാധനം പഠിച്ചിട്ട് നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തിയറംസും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോഷീസ് ഇന്റഗ്രൽ തിയറം ഓൺ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. ഓക്കെ,
കോഷീസ് ഇന്റഗ്രൽ തിയറം എന്ന് പറയുന്ന ഒരു തിയറം പഠിക്കും. ദെൻ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്, എന്താണ് ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത്, എങ്ങനെയാണ് വരുന്നതെന്നും, ദെൻ ഈ കോഷീസ് ഇന്റഗ്രൽ തിയറം ഓൺ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈനും നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ ആദ്യം സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലെ കോഷീസ് ഇന്റഗ്രൽ തിയറം പഠിച്ചു. ദെൻ നമ്മൾ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈനിലെ കോഷീസ് ഇന്റഗ്രൽ തിയറം പഠിക്കും. ദെൻ കോഷി ഇന്റഗ്രൽ ഫോർമുല, അതിന്റെ പ്രൂഫ് ഇല്ലാണ്ട് നമ്മൾ കോഷി ഇന്റഗ്രൽ ഫോർമുല പഠിക്കും. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറേ അധികം കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ഏരിയയാണ്. സോ അതിന്റെ ഓരോ പ്രോബ്ലംസും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എന്റെ കൂടെ തന്നെ നിങ്ങൾ പോണം. ഓക്കെ, സോ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, അതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്യാനാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 3 വരുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ 3 കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4 വരുമ്പോൾ നമ്മൾ എന്താണ് മൊഡ്യൂൾ 4 പഠിക്കുക? മൊഡ്യൂൾ 4 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ടൈലർ സീരീസ്, മെക്ലോറൻ സീരീസ്, ലോറൻ സീരീസ്, ഇതൊക്കെ സാധാരണ ഫംഗ്ഷൻസിന്റെ കേസിൽ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സോ ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ടൈലർ സീരീസും മെക്ലോറൻ സീരീസും ലോറൻ സീരീസും ഒക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സാധാരണ നമ്മൾ എന്തിനാ ഫംഗ്ഷൻസിന് സീരീസ് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്? കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഫംഗ്ഷൻസിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ? സോ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സീരീസ് റെപ്രസെന്റേഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഏരിയ ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സിംഗുലാരിറ്റീസ് ആൻഡ് സീറോസ്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ കൺട്രോൾ സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മെക്കിലൊക്കെ ആണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കാണാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സിംഗുലാരിറ്റീസ്, സീറോസ്, പോൾസ്, ഇതൊക്കെ. ഓക്കെ, സോ ഇതിന്റെ ഈ സിംഗുലാരിറ്റീസ് ആൻഡ് സീറോസ് എന്ന് പറയുമ്പോൾ നമുക്കത് ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഓക്കെ, സോ അതായത് നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ അനോമലി വരുന്നത്, ഓക്കെ, അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ അത് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്ന ഏരിയാസ് തന്നെയാണ് നമ്മൾ സിംഗുലാരിറ്റീസ്, സീറോസ്, പോൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നിങ്ങളൊരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ എവിടെയൊക്കെയാണ് അവിടെ അനോമലി വരാൻ ചാൻസ്, എവിടെയൊക്കെയാണ് അവിടെ അൺസർട്ടനിറ്റി വരാൻ ചാൻസ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? സോ പോൾസും സീറോസും ഒക്കെ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ പോൾസിനെയും സീറോസിനെയും ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗുലാരിറ്റീസിനെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, പോൾസ് ആൻഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി, ദെൻ റിമൂവബിൾ സിംഗുലാരിറ്റി. ഇങ്ങനെ നമുക്ക് സിംഗുലാരിറ്റീസിനെ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സീറോസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷനെ നമ്മൾ പോൾസ് ആയിട്ട് ഒക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ സിംഗുലാരിറ്റീസും പോൾസിനെയൊക്കെ പറ്റി പഠിക്കും. ദെൻ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേഷന് വേറൊരു മെത്തേഡും നമ്മൾ പഠിക്കും, റെസിഡ്യൂ ഇന്റഗ്രേഷൻ. റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിലുണ്ട്, റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ അല്ലെ? അപ്പൊ ആ റിമൈൻഡേഴ്സും ഈ ഒരു പോൾസും സിംഗുലാരിറ്റീസും ഒക്കെ വെച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ് റെസിഡ്യൂ ഇന്റഗ്രേഷൻ ആൻഡ് ഫോർമുലാസ് ഫോർ റെസിഡ്യൂസ് ഒക്കെ. ഓക്കെ, സോ അതിൽ നമ്മൾ റെസിഡ്യൂ തിയറം എന്താണെന്നും, ദെൻ ഇന്റഗ്രൽസ് ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ. സോ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെ ഒക്കെ ഫംഗ്ഷൻസ് ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ 4th മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിലബസ് ആണ് നിങ്ങളുടേത് അല്ലെ? അപ്പൊ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് ചെയ്യാം? പഠിക്കല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോ ഈ ഒരു മൊഡ്യൂളിലെ ടോപ്പിക്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് അത് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിലെ ടോപ്പിക്സ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ എയറോസ്പേസ് ആൻഡ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എയറോഡൈനാമിക് ടെസ്റ്റിംഗ്. ഓക്കെ, ആ എയറോഡൈനാമിക് ഷേപ്പ് എന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മൾ ആ എന്താ പറയാ, വിമാനത്തിന്റെ ഒക്കെ എയർക്രാഫ്റ്റിന്റെ ഒക്കെ നമ്മൾ ആ വിങ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് എയറോഡൈനാമിക്. സോ ആ എയറോഡൈനാമിക് ടെസ്റ്റിങ്ങിലൊക്കെ നമ്മൾ കൺഫോമൽ മാപ്പിംഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സ് എയർഫോയിൽ ഷേപ്സിനെ നമ്മൾ സിംപ്ലർ ജോമെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സിംപ്ലർ ആയിട്ടുള്ള ഷേപ്സിലേക്ക് നമ്മൾ മാറ്റും. Okay, and allowing engineers to calculate lift and drag forces for aircraft wings and car spoilers. So aircraft in the wings ഒക്കെ ആ ലിഫ്റ്റ് ഡ്രാഗ് ഫോഴ്സസ് ഒക്കെ അവിടെ അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഡ്രാഗ് ഫോഴ്സസ് ഒക്കെ എത്രത്തോളം അതിനെ എഫക്ട് ചെയ്യും എന്നൊക്കെ അതുവഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ എൻജിൻ ഡയഗ്നോസ്റ്റിക്സ്. എൻജിൻസിൽ എന്തെങ്കിലുമൊക്കെ
പ്രശ്നം വരുന്നത്, എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്ലൈയിങ് ഫോറിയർ ട്രാൻസ്ഫോംസ് ടു അനലൈസ് ദ ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് എൻജിൻ വൈബ്രേഷൻ. സോ എൻജിൻസ് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നിന്ന് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്, എവിടെയാണ് ആ വൈബ്രേഷൻ പ്രശ്നമായിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് അപ്പൊ കിട്ടും. ഓക്കെ, റെസൊണൻസ് എവിടെയാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, enabling predictive maintenance by identifying faulty components like pistons or valves before they fail. അപ്പോൾ എവിടെയാണ് ഫെയിലിയർ വരാൻ ചാൻസ് ഉള്ളത്, ആ മെഷീന്റെ ഏത് കമ്പോണൻസിനാണ് വൈബ്രേഷന് പ്രശ്നം ഉള്ളത് എന്നൊക്കെ നമുക്ക് അപ്പോൾ അവിടുന്ന് കിട്ടും. ഓക്കെ, സോ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ സിസ്റ്റംസിലാണെങ്കിലോ ടെലികമ്മ്യൂണിക്കേഷൻസിലൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്, നമ്മുടെ സിഗ്നൽ പ്രോസസ്സിംഗിൽ അല്ലെ. സോ സിഗ്നൽ പ്രോസസ്സിംഗിൽ എന്താണ്, യൂട്ടിലൈസിംഗ് ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോംസ് ടു കംപ്രസ് digital audio and video signals, ensuring high quality transmission over limited bandwidth in 5G network. അപ്പോൾ എന്താണ്, നമ്മൾ ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഒക്കെ വഴി നമ്മൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ ഓഡിയോ വീഡിയോ സിഗ്നൽസിനെയൊക്കെ നമ്മൾ ഹൈ ക്വാളിറ്റി ട്രാൻസ്മിഷൻ നമ്മൾ എൻഷുർ ചെയ്യും ഓവർ 5G നെറ്റ്വർക്സിലൊക്കെ. ആ ഒരു ബാൻഡ് വിഡ്ത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ ഇതിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആ ഒരു സിഗ്നൽ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ അവിടെ ആ ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമുക്ക് അവിടെ ആ ഒരു ഈ ഓരോ സിഗ്നൽസിനെയും നമ്മുടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് നോക്ക്, നമ്മുടെ എയറോഡൈനാമിക് ടെസ്റ്റിങ്ങിന്റെ ഒക്കെ. സോ നോക്ക്, ഇവിടെ ഒരു എയർക്രാഫ്റ്റിനെ ഇതിന്റെ ആ ഒരു ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ ഹൈ പ്രഷർ റീജിയൻസ് ഏതാണെന്നും എയർക്രാഫ്റ്റിന്റെ ഹൈ പ്രഷർ റീജിയൻസ് ഏതാണെന്നും ലോ പ്രഷർ റീജിയൻസ് ഏതാണെന്നും ഒക്കെ നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കിയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടി നിൽക്കുന്ന ഇത് വരുന്നത് ഹൈ പ്രഷർ റീജിയൻ ആണ് ആൻഡ് സ്പേഷ്യസ് ആയിട്ട് നിൽക്കുന്നത് ലോ പ്രഷർ റീജിയൻ ആണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതുവഴി മനസ്സിലാക്കും. സോ ഈ എയർക്രാഫ്റ്റിന്റെ വൈബ്രേഷനും ഒക്കെ നമ്മൾ സർക്കുലർ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് നമ്മൾ നോക്കും. ഓക്കെ, ദെൻ അതുപോലെ നോക്കേ, ദാ ഇവിടെ നമ്മൾ ഈ ഒരു മെഷീന്റെ ഫെയിലിങ്. ഓക്കെ, സോ ഈ ഓരോ മെഷീന്റെയും ഏതെങ്കിലും ഒരു പാർട്ടിൽ ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ സെൻസേഴ്സ് നമ്മൾ എന്തെടുക്കും, അതിന്റെ വൈബ്രേഷൻ എടുക്കും. ഇതിപ്പോ ഈ എയർക്രാഫ്റ്റിന്റെ കേസിന് ശരിയാ, എയർക്രാഫ്റ്റിന് താഴെയൊക്കെ ഒരു മെഷീൻ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ മെഷീന്റെ വൈബ്രേഷൻ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഈ മാർക്ക് ചെയ്തതിനെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം അനലൈസ്, ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ. സോ അതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് ഇങ്ങനെ ഫോറിയർ ട്രാൻസ്ഫോം ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വൈബ്രേഷൻ വന്നിട്ടുള്ളത്, ഏതാണ് നമ്മുടെ റെസൊണൻസ് വരുന്നത്, എപ്പോഴാണ് എഞ്ചിൻ ഫെയിൽ ആവുക എന്നൊക്കെ നമുക്ക് ഇത് നോക്കിയാൽ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഡ് സ്റ്റെബിലിറ്റി. നമ്മുടെ ഓരോ ഗ്രിഡ് ചെയ്യുന്നതിലൊക്കെ ഏതാണ് സ്റ്റേബിൾ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യൂസിങ് കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല ആൻഡ് റെസിഡ്യൂ തിയറം ടു അനലൈസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഹൈ വോൾട്ടേജ് പവർ ഗ്രിഡ്സ്. ഓക്കെ, സോ നമ്മുടെ ഈ ഹൈ വോൾട്ടേജ് പവർ ഗ്രിഡ്സിന്റെ ഒക്കെ സ്റ്റെബിലിറ്റി അനാലിസിസിനൊക്കെ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. പ്രിവെന്റിംഗ് മാസീവ് ബ്ലാക്ക് ഔട്ട്സ് കോസ്ഡ് ബൈ ട്രാൻസിയന്റ് ഓസിലേഷൻസ്. സോ അവിടെ ഈ നമ്മുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഓസിലേഷൻസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഔട്ട് ഒക്കെ അപ്പൊ അവിടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സ്ട്രക്ചറൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിലൊക്കെ അതിന്റെ സ്ട്രക്ചറൽ ഡിസൈനിലൊക്കെ ഇത് എവിടെയാണ്, സീസ്മിക് ഡിസൈൻ. ഇപ്പോൾ നിങ്ങൾ ഒരു പാലം നിങ്ങൾ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ എർത്ത് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് അല്ലേ നിങ്ങൾ ഉണ്ടാക്കുക. സോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അപ്ലൈങ് ഫോറിയർ ഇന്റഗ്രൽസ് ടു മോഡൽ എർത്ത്ക്വേക്ക് വേവ്സ്. സോ എർത്ത്ക്വേക്ക് വേവ്സിനെ നിങ്ങൾ ഫോറിയർ ഇന്റഗ്രലിൽ വെച്ചിട്ട് മോഡൽ ചെയ്യും ആൻഡ് ഡിറ്റർമിൻ ദ റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് അവിടുത്തെ റെസൊണന്റ് ഫ്രീക്വൻസി, റെസൊണൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആവും അല്ലെ. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കും. ഓക്കെ, ഓഫ് സ്കൈ ക്രാപ്പേഴ്സ് ടു എൻഷുർ ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് സീസ്മിക് ആക്ടിവിറ്റി. അപ്പോൾ ആ എർത്ത്ക്വേക്കിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ ആ റെസൊണൻസ് വരാത്ത രീതിയിൽ അത്രയും ആ ഓസിലേഷൻ, അപ്പോൾ എർത്ത്ക്വേക്ക് വരുമ്പോൾ ആ ബ്രിഡ്ജ് അത്രയും ഇതാവാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ബ്രിഡ്ജിനെ നിങ്ങൾ ഉണ്ടാക്കി വെക്കും. ഓക്കെ, സോ ഹൈഡ്രോളിക് സേഫ്റ്റിയിലും അതുപോലെ തന്നെയാണ്, യൂസിങ് ലാപ്ലാസ് ഇക്വേഷൻസ് ആൻഡ് ഹാർമോണിക് ഫംഗ്ഷൻസ് ടു സ്റ്റിമുലേറ്റ് അണ്ടർ വാട്ടർ ഗ്രൗണ്ട് വാട്ടർ സ്റ്റേപ്പേജ് അണ്ടർ ഡാംസ് ആൻഡ് ബ്രിഡ്ജസ്, പ്രിവെന്റിംഗ് സ്ട്രക്ചറൽ ഫെയിലിയർ ഡ്യൂ ടു ഇന്റേണൽ സോയിൽ എറോഷൻ. അപ്പോൾ നമ്മളിവിടെ ലാപ്ലാസ് ഇക്വേഷൻസും ഹാർമോണിക് ഫംഗ്ഷൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ആ ഫ്ലൂയിഡ്സിന്റെ കേസിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ
ആ ഇന്റേണൽ ഇറോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ റോബോട്ടിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസിലൊക്കെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ആ 4th മൊഡ്യൂളിലെ ടോപ്പിക്സ് ഉണ്ടല്ലോ, സിംഗുലാരിറ്റീസ്, പോൾസ് ഒക്കെ. സോ ഇവരെയൊക്കെ നമ്മൾ പ്രിസിഷൻ ഇൻ മോഷൻ കൺട്രോൾ, നമ്മുടെ ആ ഒരു റോബോട്ടിക്സിലൊക്കെ മോഷൻ കൺട്രോളിന്റെ പ്രിസിഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യൂസിങ് singularities and poles to define the workspace boundaries of robotic arms, ensuring smooth movements without mechanical locking that occurs at സിംഗുലർ പോയിന്റ്സ്. സോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നതിനെയൊക്കെ നമ്മൾ ആ റോബോട്ട്സിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ സിംഗുലാരിറ്റീസും പോൾസും ഒക്കെ അനലൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും ഏരിയാസിൽ. ഇത്രയും മാത്രമല്ല, ഇനിയും കുറേ അധികം ഏരിയാസ് ഉണ്ട്, അവിടെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മളിവിടെ സിഗ്നൽ പ്രോസസ്സിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ആയിരിക്കും. സോ ഈ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും, നോയ്സി കമ്മ്യൂണിക്കേഷൻ സിഗ്നലിനെ നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യും, സൈൻ കൊസൈൻ വേവ്സിന്റെ ഫോമിലേക്ക് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഹാർമോണിക്സിനെ നിങ്ങൾ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, ഇപ്പൊ നോയ്സി ആയിട്ടുള്ള സിഗ്നൽസിനെ ഒക്കെ അതിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമുക്ക് മതി അല്ലെ. അപ്പൊ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കും, എന്നിട്ട് അതിനെ ക്ലീൻ ആയിട്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഈസി ആവുന്ന രീതിയിൽ, ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ട്രാൻസ്മിഷൻ ചെയ്ത് തരും. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം അതിനെ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ അതുപോലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രിഡ്ജസിന്റെ കേസ് ഉണ്ടല്ലോ. സോ നമ്മൾ ആ ഡിഫ്ലക്ഷൻ അനാലിസിസ് ഒക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടാണ് ആ ഒരു ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഒക്കെ നമുക്ക് ആ ബ്രിഡ്ജസിന്റെ ഇന്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കോംപ്ലക്സ് ഇന്റഗ്രേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന വർക്കിലാണെങ്കിൽ പോലും അത്രയും നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരുന്ന ഒരു ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്ക് ഇയാളെ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ആണ്. ഓക്കെ, സോ ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കുറെ ഇമേജസ് ഒക്കെ തരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഇമേജസ് ഒക്കെ എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇമേജസ് ഒന്നും നമുക്ക് അവിടെ സ്പേസിൽ നമുക്ക് കാണാൻ പറ്റൂല. സോ ഈ ഇമേജസിനെയൊക്കെ എന്താ ചെയ്യുന്നത്, ആക്ച്വലി അവിടെ ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒക്കെ അവിടുത്തെ സിഗ്നൽസ് ആണ് അവർ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, അവിടുത്തെ റേഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന സിഗ്നൽസ്, ഇൻഫ്രാറെഡ് സിഗ്നൽസ്, അതിനൊക്കെയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ ആ സിഗ്നൽസിനെ നമുക്ക് ഇമേജ് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി ആ സിഗ്നൽസിനെ അവർ ക്യാപ്ചർ ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത്, ആ സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് അതിന് നമ്മൾ വേണ്ട രീതിയിൽ നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു സിഗ്നൽസിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ സ്പേസ് ആപ്ലിക്കേഷൻസിന്റെ കേസ് ഒക്കെ നോക്കുകയാണെങ്കിലും വളരെയധികം ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഏരിയയാണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ എപ്പോഴും എന്താണ്, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ആർ ദ പീപ്പിൾ ദാറ്റ് സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ദ വേൾഡ് ക്യാൻ സീ അല്ലെ. നിങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? യൂസിങ് മാത്തമാറ്റിക്സ് ദാറ്റ് ദ വേൾഡ് കനോട്ട് സീ. അപ്പോൾ അത് ലോകത്തിന് കാണാൻ പറ്റാത്ത മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് നിങ്ങൾ അത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ നിങ്ങളുടെ ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് അല്ലെ. സോ ദീസ് കോംപ്ലക്സ് വേരിയബിൾസ് ആർ നോട്ട് ജസ്റ്റ് നമ്പേഴ്സ്, ദേ ആർ ദ ബ്ലൂ പ്രിന്റ്സ് ഫോർ എ സ്റ്റേബിൾ വൈബ്രേറ്റിംഗ് ആൻഡ് കണക്റ്റഡ് വേൾഡ്. ഓക്കെ, അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള കണക്റ്റഡ് വേൾഡിന്റെ ഒരു ബ്ലൂ പ്രിന്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഈ കോംപ്ലക്സ് വേരിയബിൾസ് നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ബ്ലൂ പ്രിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ ഭാവിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ ആ ഒരു സ്ട്രക്ചേഴ്സും, ഇപ്പോൾ സിഗ്നൽസിന്റെ കേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ അവിടുത്തെ ഒക്കെ അനോമലീസ് ഡിറ്റക്ട് ചെയ്യാനും അവിടുത്തെ ഫോൾട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ നമ്മുടെ മാത്സ് പഠിക്കാൻ? ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ സമയത്തേക്ക് വേണ്ടി ഇനി മാറ്റി വെക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കറക്റ്റ് ഈ പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, ഓരോ ടോപ്പിക്കും അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വെച്ച് അറിഞ്ഞ് പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ആൻഡ് ഈ പേപ്പറും അങ്ങനെ ഒരു പേപ്പറാണ്. സോ നന്നായിട്ട് നമ്മൾ അന്നന്ന് എടുക്കുന്ന ക്ലാസ്സുകളും കോൺസെപ്റ്റും ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് നമ്മുടെ ഓരോ മൊഡ്യൂളിലേക്കും നമുക്ക് കടക്കാം. ഓക്കെ, സോ എല്ലാവരും
റെഡി അല്ലേ? അപ്പൊ പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് പെട്ടെന്ന് ആദ്യം തന്നെ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു തുടങ്ങാം. ഓക്കെ, ക്ലാസ് ഒക്കെ പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.